ഇന്നത്തെ ഐറ്റം ഇത് വെച്ചിട്ടാണ് കേട്ടോ. അപ്പൊ ഇതൊക്കെ നമുക്ക് നല്ല പ്രത്യേക ഒരു ടേസ്റ്റിൽ ഒരു വെറൈറ്റി ടേസ്റ്റ് ഒരു മസാല ഉണ്ടാക്കിയിട്ടാണ് ഞാൻ ഇന്ന് ഇത് ഉണ്ടാക്കാൻ പോകുന്നത്. അപ്പൊ ഇത് എന്തൊക്കെ മസാലയാണ് ഞാൻ എടുക്കുന്നതെന്ന് കണ്ടു നോക്കാം. അപ്പൊ ആദ്യം ഇതൊന്ന് അരിഞ്ഞെടുക്കണം. ഒരു ഉള്ളിയും ഒരു തക്കാളിയും ഇത് ചെറുതാക്കിയിട്ട് വേണം അരിഞ്ഞെടുക്കാൻ. നമുക്ക് മസാല ഒന്ന് വറുത്തെടുക്കാനുള്ള ചട്ടിയാണ് വെച്ച് കൊടുത്തിട്ടുണ്ട്. ഇതാ ഒരു സ്പൂണ് മല്ലി ഇത് ആദ്യം ഇട്ട് കൊടുക്കാം. പിന്നെ നമ്മളതിക്ക് വേണ്ടത് എന്താ പറയുക, കുരുമുളകാണ്. അപ്പോൾ നമുക്ക് എത്ര എരിവ് വേണ്ടിച്ചെങ്കിൽ അതിനനുസരിച്ചൊക്കെ എടുക്കുക. കുരുമുളക് ഇട്ടെടുക്കുന്നുണ്ട്. ഇനി വേണ്ടത് ജീരകം, വലിയ ജീരകം, അതും കുറച്ചിട്ട് കൊടുക്കുക. ഒരു 1/4 ടീസ്പൂണൊക്കെ ഇട്ട് കൊടുക്കുക. മൂന്നും കൂടി നല്ലോണം വറുത്തെടുക്കണം. അപ്പം നമ്മളിത് വറുക്കുമ്പോൾ കരിയരുത് കേട്ടോ. കരിഞ്ഞാൽ നമ്മളുണ്ടാക്കണ കറി ഉണ്ടല്ലോ അതിൻ്റെ ടേസ്റ്റ് അങ്ങോട്ട് മാറിപ്പോകും. അപ്പോൾ കരിയാതെ തന്നെ അങ്ങനെ പൊട്ടി വരുമ്പോൾ നമുക്കത് അടുപ്പത്തു നിന്ന് മാറാം. അപ്പോൾ പൊട്ടാൻ തുടങ്ങുമ്പോൾ നമുക്കിത് ഇറക്കി വെക്കണം. അപ്പോൾ ഇത് പൊട്ടാൻ തുടങ്ങിയിട്ടുണ്ട്. ഇനി നമുക്കിത് ഇറക്കി വെക്കാം. ചൂടാറിയതിനു ശേഷം അത് പൊടിച്ചെടുക്കാം. ഇപ്പൊ ഞാൻ പൊടിച്ചെടുത്തിട്ടുണ്ട്. ഇനി നമുക്കിതിക്ക് കുറച്ച് വെള്ളം ഒഴിച്ചിട്ട് നന്നായിട്ട് ഇത് അരച്ചെടുക്കാം. അപ്പൊ ഇത് നല്ലോണം നൈസാക്കിയിട്ട് അരച്ചെടുക്കണം. അപ്പോൾ ഇനി ആദ്യം നമുക്ക് അടുപ്പ് കത്തിച്ചിട്ട് എണ്ണ ഒഴിച്ചു കൊടുത്തിട്ട് അതിക്ക് ഉള്ളിയും തക്കാളിയും ഇഞ്ചി വെളുത്തുള്ളിയൊക്കെ ഇട്ടിട്ട് നന്നായിട്ടൊന്ന് വഴറ്റിയെടുക്കും. അപ്പം ഞാൻ ആദ്യം ഇഞ്ചി വെളുത്തുള്ളി ഇട്ട് കൊടുക്കുന്നുണ്ട്. ഉള്ളി ചെറുതാക്കിയിട്ട് അരിഞ്ഞ് വെച്ചിട്ടുണ്ടല്ലോ അത് ഇട്ട് കൊടുക്കുക. ഉള്ളി നന്നായിട്ട് വാടി വന്നതിന് ശേഷം മാത്രം തക്കാളി ഇട്ട് കൊടുക്കുക. ഈ ഉള്ളി ഇട്ട് കൊടുക്കുക. പാകത്തിനുള്ള ഉപ്പിട്ട് കൊടുത്തിട്ട് ഉള്ളി നന്നായിട്ട് വാട്ടിയെടുക്കണം. അപ്പോൾ ഉള്ളി വേഗം വഴണ്ട് കിട്ടാൻ വേണ്ടിയിട്ട് ഒന്ന് അരച്ചെടുക്കാം. അപ്പോൾ ഉള്ളി നല്ലോണം വാടിയിട്ടുണ്ട്. ഈ തക്കാളിയും കുറച്ച് കറിവേപ്പിലയും കൂടി ഇട്ട് കൊടുക്കാം. ഒന്നും കൂടി അടച്ചേക്കാം.
വെന്തിട്ടുണ്ട്. ഇനി നമുക്ക് കുറച്ച് മഞ്ഞപ്പൊടി ഇട്ടു. നമ്മൾ നേരത്തെ അരച്ച് വെച്ചിട്ടുള്ള മസാലക്കൂട്ടുണ്ടല്ലോ, അത് ഇതിലേക്ക് ഒഴിച്ചു കൊടുക്കാം. ഒഴിച്ചാണ് നല്ലോണം ഇളക്കി കൊടുക്കണം. കുറച്ചും കൂടി വെള്ളം ഒഴിച്ചു. കുറച്ച് സമയം ഒന്ന് ചേർക്കട്ടെ. ഒരു മുട്ടയിട്ട് 2 എണ്ണം ആക്കിയിട്ടാണ് ഇടുന്നത് കേട്ടോ. അപ്പൊ നമ്മളെ മസാലയൊക്കെ നല്ല വെന്ത് സെറ്റ് ആയിട്ടുണ്ട്. നമുക്കിതാ മുട്ടയ്ക്ക് ഇട്ട് കൊടുക്കാം. ഈ മുട്ടൻ്റെ മേലെ കൂടി കുറച്ച് മസാല ഇങ്ങനെ ആക്കി കൊടുത്തിട്ട് എനിക്കൊരു ഒരു മിനിറ്റ് 2 മിനിറ്റ് ഒക്കെ ഒന്ന് അടിച്ച് മസാലൻ്റെ ഇതൊക്കെ ഒന്ന് ഇതിനൊക്കെ ഒന്ന് കുടിച്ചാൽ വേണ്ടിയിട്ടാണ്. ഈ 2 മിനിറ്റ് അടിച്ചത്. അപ്പോൾ ഇത് ഞാൻ അടച്ചിട്ട് 2 മിനിറ്റ് ഒക്കെ ആയിക്കോളും. നമ്മളെ മുട്ടക്കറിയൊക്കെ നല്ല വെള്ളമൊക്കെ പാകയില്ല. അപ്പോൾ നമ്മളെ മുട്ടക്കറി ഇതാ സെറ്റായിട്ടുണ്ട് കണ്ടോ. അപ്പോൾ നമ്മളെ മുട്ടക്കറി ഇതാ നല്ല അടിപൊളി ടേസ്റ്റ് ആയിട്ടുള്ള ഒരു മുട്ടക്കറി തന്നെ കേട്ടോ. അപ്പോൾ ഇതേപോലെ ഉണ്ടാക്കാത്തവരുണ്ടെങ്കിൽ ഒന്ന് ഉണ്ടാക്കി നോക്കൊണ്ടു. ഉണ്ടാക്കിയിട്ട് അതിൻ്റെ വിവരം ഒന്ന് കമൻറ്റിൽ ഒന്ന് പറയണം കേട്ടോ. ടേസ്റ്റ് ഉണ്ടോ ഇല്ലേ നമുക്കൊന്ന് പറയണം കേട്ടോ. ഇതുപോലെ ഒന്ന് ഉണ്ടാക്കി നോക്കണം കേട്ടോ എല്ലാവരും.